ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെയിംസ് വ്ലോഗ്സ്. ബദ്രിനാഥിലെ കാഴ്ചകളും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റത്തെ ദിവസം ഫ്രഷ് ആയിട്ട് ഇറങ്ങിയത് മന വില്ലേജ് കാണാനാണ്. ബദ്രിനാഥിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വില്ലേജാണ് മന വില്ലേജ്. പണ്ട് ഇത് ലാസ്റ്റ് വില്ലേജ് ആയിരുന്നു, പിന്നീട് അത് മാറ്റി ഫസ്റ്റ് വില്ലേജാക്കി മാറ്റിയതാണ്. തലേദിവസം നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇവിടെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ണിന് നമുക്കെപ്പോഴും കുളിർമ നൽകുന്ന പ്രദേശങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ഇവിടെയുള്ള അനുഭവം. ഞങ്ങളെ അത്രയ്ക്ക് രസമായിരുന്നു. നല്ല പച്ച പച്ച നമ്മുടെ മലഞ്ചെരുവും അങ്ങനെ കുറേ മലകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ബദ്രിനാഥ് കണ്ട പോലെ തന്നെ ഇവിടെയും കുറേ ആൾക്കാർ കൊട്ടയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ആൾക്കാരെ ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വണ്ടി നമുക്ക് അവിടം വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിൻ്റെ അപ്പുറമായിട്ട് ഭീംപാല്, സരസ്വതി ക്ഷേത്രം, ഫസ്റ്റ് ടീ ഷോപ്പൊക്കെ കാണാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു വഴികളാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ 2 സൈഡിലായിട്ട് കടകൾ, വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ ഇത് വീടും അവരുടെ വീടും ഇവിടെ തന്നെയാണ്, അവരുടെ കടകളും അവിടെ തന്നെയാണ് ഉള്ളത്. ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ കാഴ്ചകളുണ്ട് കേട്ടോ. ഭീംപാലൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഉള്ളത്. പിന്നെ അവിടെ ഒരു സരസ്വതി ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടേക്ക് പോണ വഴിയാണിത്. ഇപ്പോൾ ചുറ്റും നല്ല ഹാൻഡ്ലൂമായിട്ടുള്ള കളക്ഷൻസ് ആണുള്ളത്. ഇതെല്ലാം ഇവരിങ്ങനെ കൈകൊണ്ട് നെയ്തെടുത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. കാണാനായിട്ട് അടിപൊളിയാണ്. ഇവരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നെയ്യുന്നത് കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് കുറച്ച് അങ്ങനത്തെ കടകൾ, പിന്നെ കുറച്ച് കഴിയുമ്പം കുറച്ച് ഇതേപോലുള്ള മലഞ്ചെരുവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഭാഗ്യത്തിന് അധികം വെയിലും ഇല്ല, എന്നാൽ അധികം മഴയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ചെറിയ രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നപ്പോൾ ടയേർഡായില്ല കേട്ടോ. പരീക്ഷക്കുട്ടനും ഞങ്ങളെ കൂടെ തന്നെ നടന്നു. അവനും ഞങ്ങളെ കൂടെ തന്നെ നടത്താനാണ് ഇഷ്ടം. അവൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ കൊട്ട വേണ്ട, അവൻ നടന്നോളാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഭീംപാലിൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെ ഒരു ആളിരുന്നിട്ട് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടോ, നമ്മൾ ആ ഗോരികൾ പോലുള്ള ഒരാളിങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ പൈസയൊക്കെ ഇട്ട് അവരിങ്ങനെ പ്രാർത്ഥിക്ക് പൂജയൊക്കെ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന നദിയില്ലേ, ഇത് സരസ്വതി നദിയാണ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഉത്ഭവിച്ചിട്ട് പിന്നെ അത് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ നദിയെ ഭൂമിക്കടിയിലൂടെ ഒഴുകുക എന്നാണ് അങ്ങനെയാണ് നമ്മളിങ്ങനെ ഐതിഹ്യം ഉള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ക്ഷേത്രം അത് സരസ്വതി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ കുപ്പികളിലാക്കിയിട്ടൊക്കെ ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഇവിടുന്ന് വരുന്ന ഈ വെള്ളം അങ്ങനെ വിൽക്കാനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ആ കുപ്പികളിലാക്കിയിട്ട് ഇവിടുന്ന് കുറേ പേര് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നമ്മളീ കാണുന്ന ഈ പാലമാണ് ഭീംപാലം എന്ന് പറയുന്നത്. അത് ദ്രൗപദിക്ക് ഈ നദി മുറിച്ച് കിടക്കാനായിട്ട് ഭീമൻ ഒരു വലിയൊരു കല്ല് കൊണ്ടിട്ട് ഉണ്ടാക്കിയതാണ്, നദിക്ക് കുറുകായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് ഐതിഹ്യം. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ കാണാനായിട്ട് പോകുന്നതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് കട, അതായത് ഫസ്റ്റ് ദുക്കാൻ എന്ന് പറയുന്നത്. അതിനടുത്തായിട്ടാണ് സ്വർഗ കവാടം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു കവാടം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും കടന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചൈനയിലേക്കുള്ള ബോർഡർ കാണാനായിട്ട് പറ്റും. പിന്നെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ദുക്കാനിൽ നമ്മൾ കുറച്ച് ബജിയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ കാണുന്നതാണ് നമ്മുടെ ബോർഡറായിട്ട് വരുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. ചൈനയായിട്ടുള്ള ബോർഡറാണ്, ടിബറ്റിൻ്റെ ഭാഗമാണ് അതിനപ്പുറത്തെ സൈഡ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ. അടിപൊളി കാഴ്ചകളായിരുന്നു ഇവിടെ കാണാനായിട്ടുള്ളത്. നല്ലൊരു അത്ര വെയിലും എന്നാൽ അത്ര ചൂടോ തണുപ്പോ അങ്ങനെ ഇല്ലാത്തൊരു നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്ര കാഴ്ചകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.